ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Galaxy made of ABS material. നമസ്കാരം. ജില്ലാ വാർത്തകൾ. അഗതികളുടെ ആശ്രയ കേന്ദ്രമായ കോട്ടൂളി ഹോം ഓഫ് ലവിൽ ഇത്തവണയും നിലാവ് ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രവർത്തകരെത്തി. ആരോരുമില്ലാത്തവരുടെ അത്താണിയിൽ നിലാവ് ഇത് 4ാമത് വർഷമാണ് ഭക്ഷണ മരുന്ന് വിതരണവും കലാവിരുന്നും ഒരുക്കുന്നത്. ഇതേക്കുറിച്ചുള്ള റിപ്പോർട്ട് കാണാം പ്രധാന വാർത്തകൾക്ക് ശേഷം. കോഴിക്കോട് കോടഞ്ചേരിയിലെ മർക്കസ് നോളജ് സിറ്റിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാൻ ഹരിത ട്രിബ്യൂണൽ ഉത്തരവ്. അഡ്വക്കേറ്റ് സവാദ് നൽകിയ ഹർജിയിലാണ് ഈ ഉത്തരവ്. CPIM കോഴിക്കോട് ജില്ലാ സമ്മേളനം 13 മുതൽ 15 വരെ വടകരയിൽ. സമ്മേളനം പോളിറ്റ് ബ്യൂറോ അംഗം കോടിയേരി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. അഗതികളുടെ ആശ്രയ കേന്ദ്രമായ കോട്ടൂളി ഹോം ഓഫ് ലവിൽ ഇത്തവണയും നിലാവ് ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രവർത്തകരെത്തി. വാർത്തകൾ വിശദമായി. കോഴിക്കോട് കോടഞ്ചേരിയിലെ മർക്കസ് നോളജ് സിറ്റിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാൻ ഹരിത ട്രിബ്യൂണൽ ഉത്തരവ്. നോളജ് സിറ്റി ചെയർമാൻ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഉൾപ്പെടെയുള്ളവർക്ക് നോട്ടീസ് അയക്കാനും ചെന്നൈയിലെ ഹരിത ട്രിബ്യൂണൽ ഉത്തരവിട്ടു. അഭിഭാഷകനായ അഡ്വക്കേറ്റ് നൂറുദ്ദീൻ മുഖേന വടകരയിലെ അഭിഭാഷകൻ അഡ്വക്കേറ്റ് K സവാദ് നൽകിയ ഹർജിയിലാണ് ഹരിത ട്രിബ്യൂണലിന്റെ ഉത്തരവ്. കോഴിക്കോട് കോടഞ്ചേരി വില്ലേജിൽ 125 ഏക്കറോളം ഭൂമിയിലാണ് മർക്കസ് നോളജ് സിറ്റി ഒരുക്കുന്നത്. അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ-ഉലമ ജനറൽ സെക്രട്ടറി AP അബൂബക്കർ മുസ്ലിയാറാണ് മർക്കസ് നോളജ് സിറ്റിയുടെ ചെയർമാൻ. 2013 ജൂൺ 30-നായിരുന്നു നോളജ് സിറ്റിയുടെ നിർമ്മാണ പ്രവൃത്തികളുടെ ഉദ്ഘാടനം. വയനാട് വന്യജീവി സങ്കേതത്തോട് അടുത്ത് കിടക്കുന്നതും ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ പശ്ചിമഘട്ടത്തോട് ചേർന്ന് കിടക്കുന്നതുമായ അതീവ പരിസ്ഥിതി പ്രാധാന്യമുള്ള സ്ഥലത്താണ് നോളജ് സിറ്റിക്കായി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതെന്ന് അഡ്വക്കേറ്റ് K സവാദ് ഹരിത ട്രൈബ്യൂണലിന് മുന്നിൽ ചൂണ്ടിക്കാട്ടി. കേന്ദ്ര വനം പരിസ്ഥിതി വകുപ്പിന്റെ നോട്ടിഫിക്കേഷൻ, വന്യജീവി സംരക്ഷണ നിയമം എന്നിവ ലംഘിച്ചാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ. 1250 അപ്പാർട്ട്മെന്റുകൾ, 10 ലക്ഷം ചതുരശ്ര അടി സൈബർ പാർക്കുകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഷോപ്പിംഗ് മാളുകൾ തുടങ്ങിയവ പരിസ്ഥിതിയെ താറുമാറാക്കുമെന്നും ഹർജിക്കാരൻ ആരോപിച്ചു. നിർമ്മാണ പ്രവർത്തനങ്ങൾ യാതൊരു അനുവാദവുമില്ലാതെ കേരള ഗവൺമെന്റിൽ നിന്നോ യാതൊരു അനുവാദവും കിട്ടാതെ അനിശ്ചിതം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഭരണഘടനയുടെ അന്തസ്സത്തയ്ക്കും അതിലെ മാർഗനിർദ്ദേശങ്ങൾക്കും അനുസരിച്ച് പ്രവർത്തിക്കാൻ ബാധ്യസ്ഥരായ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഈ നിയമലംഘന നിർമ്മാണത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തത് ഖേദകരമാണെന്നും ഗ്രീൻ ട്രിബ്യൂണലിൽ ഹർജിക്കാരൻ ചൂണ്ടിക്കാട്ടി. ഹർജി സ്വീകരിച്ച ട്രിബ്യൂണൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ തൽക്കാലത്തേക്ക് നിർത്തിവെക്കാൻ ഉത്തരവിടുകയായിരുന്നു. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ, നോളജ് സിറ്റിയുടെ നിർമ്മാതാക്കളായ ലാൻഡ്മാർക്ക് ബിൽഡേഴ്സ് തുടങ്ങിയവർക്കും മറ്റു ഭാരവാഹികൾക്കും കോടതി നോട്ടീസ് അയച്ചിട്ടുണ്ട്. ഇക്കഴിഞ്ഞ ജനുവരി 7-നായിരുന്നു ഗ്രീൻ ട്രിബ്യൂണലിന്റെ ഉത്തരവ്. കേസ് വീണ്ടും മാർച്ച് 9-ന് പരിഗണിക്കും. 21ാം CPIM കോഴിക്കോട് ജില്ലാ സമ്മേളനം ഈ മാസം 13, 14, 15 തീയതികളിലായി വടകരയിൽ നടക്കുമെന്ന് പാർട്ടി ജില്ലാ സെക്രട്ടറി TP രാമകൃഷ്ണൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വടകര ടൗൺ ഹാളിൽ തുടങ്ങുന്ന സമ്മേളനം പോളിറ്റ് ബ്യൂറോ അംഗം കോടിയേരി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. വിവിധ ഏരിയകളിൽ നിന്നായി 1.5 ലക്ഷത്തോളം പേർ സമ്മേളനത്തിൽ പങ്കെടുക്കും. CPIM രാഷ്ട്രീയ പ്രതിസന്ധികൾ നേരിട്ട സാഹചര്യങ്ങളിൽ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ നടത്തിയ പ്രവർത്തനങ്ങൾ അഭിനന്ദനീയമാണെന്ന് CPM ജില്ലാ സെക്രട്ടറി TP രാമകൃഷ്ണൻ പറഞ്ഞു. പാർട്ടിയുടെ 21ാം ജില്ലാ സമ്മേളനം നടക്കുന്നതുമായി ബന്ധപ്പെട്ട് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംഘടനാപരമായി ശക്തിയാർജിച്ച് വന്നിട്ടുള്ള ഒരു കാലഘട്ടമാണ്. മറ്റ് പാർട്ടികളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി CPIM വിപുലമായ ജനാധിപത്യ രീതി ഉറപ്പുവരുത്തിക്കൊണ്ടാണ് സമ്മേളനങ്ങൾ നടത്തിവരുന്നത്. ഈ മാസം 13, 14, 15 തീയതികളിലായി വടകരയിലാണ് സമ്മേളനം. ജില്ലയിലെ തൊഴിലാളി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ നേതാക്കളായ M വാസു, TC ഗോപാലൻ മാസ്റ്റർ എന്നിവരുടെ സ്മരണ ഉണർത്തുന്ന വടകര ടൗൺ ഹാളിലാണ് പ്രതിനിധി സമ്മേളനം നടക്കുക.
പോളിറ്റ് ബ്യൂറോ അംഗം കോടിയേരി ബാലകൃഷ്ണൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. സമ്മേളനത്തിൽ 329 പ്രതിനിധികളും 29 ജില്ലാ കമ്മിറ്റി അംഗങ്ങളും ഉൾപ്പെടെ 368 പേർ പങ്കെടുക്കും. കോടിയേരി ബാലകൃഷ്ണൻ, MA ബേബി, കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ P. കരുണാകരൻ, PK ഗുരുദാസൻ, ഡോക്ടർ TM തോമസ് ഐസക്, KK ശൈലജ ടീച്ചർ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ VV ദക്ഷിണാമൂർത്തി, M. ഗോവിന്ദൻ മാസ്റ്റർ, ആനത്തലവട്ടം ആനന്ദൻ, എളമരം കരീം, സംസ്ഥാന കമ്മിറ്റി അംഗമായ LK രാധ എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുക്കും. വടകര CH അശോകൻ നഗറിലാണ് പൊതുസമ്മേളനം നടക്കുക. വടകര, ഒഞ്ചിയം, നാദാപുരം, കുന്നുമ്മൽ, പയ്യോളി ഏരിയകളിൽ നിന്ന് 50,000 പേരുടെ റാലിയാണ് സംഘടിപ്പിക്കുന്നത്. പ്രത്യേക പരിശീലനം നൽകിയ 15,000 വളണ്ടിയർമാർ 16 ഏരിയകളിൽ നിന്നായി മാർച്ച് ചെയ്യും. പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് P. സതീദേവി പതാക ജാഥയ്ക്ക് നേതൃത്വം നൽകും. കോഴിക്കോട് താലൂക്കിലെ വളണ്ടിയർമാർ കരിമ്പനപ്പാലത്തും വടകര കൊയിലാണ്ടി താലൂക്കിലെ വളണ്ടിയർമാർ JT റോഡിലും എത്തിച്ചേരും. തുടർന്ന് ചെറിയ ജാഥകളെ 15-ന് വൈകിട്ട് CH അശോകൻ നഗറിലെത്തും. വിദ്യാഭ്യാസത്തിന്റെ വർഗീയ വാണിജ്യവൽക്കരണത്തിനെതിരെ സംസ്ഥാന വിദ്യാഭ്യാസ സംരക്ഷണ സമ്മേളനം സംഘടിപ്പിച്ചു. അഖിലേന്ത്യാ സേവ് എഡ്യൂക്കേഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന സമ്മേളനം പ്രമുഖ ഗണിതശാസ്ത്രജ്ഞൻ ഡോക്ടർ ബാലചന്ദ്ര റാവു ഉദ്ഘാടനം ചെയ്തു. അഖിലേന്ത്യാ സേവ് എഡ്യൂക്കേഷൻ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന സംസ്ഥാന വിദ്യാഭ്യാസ സംരക്ഷണ സമ്മേളനം കോഴിക്കോട് നളന്ദ ഓഡിറ്റോറിയത്തിൽ നടന്നു. പ്രമുഖ ഗണിതശാസ്ത്രജ്ഞൻ ഡോക്ടർ ബാലചന്ദ്ര റാവു സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസത്തെ അടിമുടി വർഗീയവൽക്കരിക്കാനുള്ള ശ്രമങ്ങൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് NDA സർക്കാർ. ഇന്ത്യയുടെ യഥാർത്ഥ ചരിത്രത്തെ പൂർണ്ണമായും തിരുത്തിയെഴുതാനുള്ള നീക്കത്തിലാണ് കേന്ദ്ര ഗവൺമെന്റ്. ആധുനിക ശാസ്ത്രത്തിന്റെ എല്ലാ സംഭാവനകളും നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ പുരാതന ഇന്ത്യ ലോകത്തിന് നൽകിയിരുന്നുവെന്ന തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുകയും പാഠഭാഗങ്ങളിൽ ഉൾപ്പെടുത്തുകയുമാണ് സർക്കാർ ചെയ്യുന്നത്. 7000 വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഗ്രഹാന്തരങ്ങളിലേക്ക് സഞ്ചരിക്കാൻ കഴിയുന്ന വിമാനങ്ങൾ ഭാരതത്തിൽ ഉണ്ടായിരുന്നുവെന്ന് മുംബൈ യൂണിവേഴ്സിറ്റിയിൽ നടന്ന ശാസ്ത്ര കോൺഗ്രസിൽ ഒരു ശാസ്ത്രജ്ഞൻ അഭിപ്രായപ്പെട്ടു. ഇത്തരം തെറ്റായ പ്രചാരണങ്ങൾ ആസൂത്രിതമാണെന്ന ആശങ്കകൾ ഈ സമ്മേളനം പങ്കുവയ്ക്കുന്നു. വിദ്യാഭ്യാസ വാണിജ്യവൽക്കരണം തടയുക, വർഗീയവൽക്കരണം തടയുക, സർക്കാർ സ്കൂളുകളെയും കോളേജുകളെയും സർവകലാശാലകളെയും രക്ഷിക്കുക, DPEP മുതൽ റൂസ വരെയുള്ള വിദ്യാഭ്യാസ പരിഷ്കാരങ്ങൾ പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ സമ്മേളനം മുന്നോട്ട് വയ്ക്കുന്നു. ഡോക്ടർ NA കരീം അധ്യക്ഷത വഹിച്ചു. സ്വാഗത സംഘം ചെയർമാൻ അഡ്വക്കേറ്റ് മഞ്ചേരി സുന്ദർരാജ് സ്വാഗതം പറഞ്ഞു. M. ഷാജർ ഖാൻ, K. ഉമ തുടങ്ങിയവർ സംസാരിച്ചു. ഫറൂഖ് ചന്തക്കുന്നിൽ പാതയോരത്ത് തീപിടുത്തം. മാലിന്യങ്ങൾ ശേഖരിക്കുന്ന പ്ലാന്റിന് മുൻവശത്ത് റോഡരികിൽ സൂക്ഷിച്ച മാലിന്യമാണ് കത്തിയത്. മാലിന്യമുക്ത ബേപ്പൂർ പദ്ധതിയുടെ ഭാഗമായി ശേഖരിച്ച മാലിന്യത്തിനാണ് തീപിടിച്ചത്. മീൻചന്തയിൽ നിന്നും 2 യൂണിറ്റ് ഫയർ എഞ്ചിനെത്തിയാണ് തീയണച്ചത്. തീപിടുത്ത കാരണം വ്യക്തമല്ല. 1 മണിക്കൂറോളം തീ കത്തി. പടരാതിരിക്കാൻ നാട്ടുകാരും പോലീസും ജാഗ്രത പാലിച്ചതിനാൽ ആളപായം ഉണ്ടായില്ല. ജയിൽ അന്തേവാസികൾക്കായി കലാപരവും മാനസികവും ശാരീരികവും കായികവുമായ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേരളത്തിലെ ജയിൽ സ്ഥാപനങ്ങളിൽ വാർഷികാഘോഷ പരിപാടികൾ നടക്കുന്നു. കോഴിക്കോട് ജില്ലാ ജയിലിൽ നടക്കുന്ന വാർഷികാഘോഷം ഉത്തരമേഖല ജയിൽ ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ ശിവദാസ് K. തൈപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ജയിൽ വാർഷികാഘോഷം ആരംഭിച്ചു. ഉത്തരമേഖല ജയിൽ ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ ശിവദാസ് K. തൈപ്പറമ്പിൽ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു. അറിഞ്ഞോ അറിയാതെയോ ചെയ്ത കുറ്റകൃത്യങ്ങൾക്ക് ഒരു നിശ്ചിത കാലം വരെ മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്ന ജയിൽ അന്തേവാസികളെ കുറ്റവാസനകൾ ലഘൂകരിച്ച് നല്ല മനുഷ്യരാക്കി സമൂഹത്തിന് തിരികെ ഏൽപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയും ജയിൽ അന്തേവാസികൾക്കായി കലാപരവും മാനസികവും ശാരീരികവും കായികവും ആയ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും വേണ്ടിയാണ് ഇത്തരമൊരു വാർഷികാഘോഷം സംഘടിപ്പിച്ചിരിക്കുന്നത്. ജനുവരി 31 വരെ നീണ്ടുനിൽക്കുന്ന വാർഷികാഘോഷ പരിപാടിയിൽ പ്രമുഖ വ്യക്തിത്വങ്ങൾ പങ്കെടുക്കും. വിവിധ കലാപരിപാടികളും നൃത്തനൃത്യങ്ങളും അരങ്ങേറും. കോഴിക്കോട് സിവിൽ സപ്ലൈസ് ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ സ്നേഹസംഗമം 2015 സംഘടിപ്പിച്ചു. വകുപ്പിൽ മാതൃകാപരമായ സേവനങ്ങൾ കാഴ്ചവെച്ച വ്യക്തികളെ പരിചയപ്പെടുവാനും അനുഭവങ്ങൾ പങ്കുവയ്ക്കാനുമുള്ള വേദിയായി ഈ കൂട്ടായ്മയെ മാറ്റുകയാണ് ഈ സംഘാടകരുടെ ലക്ഷ്യം. ഉത്തരമേഖല ഡെപ്യൂട്ടി കൺട്രോളർ K. സുരേഷ് കുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് സിവിൽ സപ്ലൈസ് വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സ്നേഹസംഗമം 2015 സംഘടിപ്പിച്ചു. നളന്ദ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ഉത്തരമേഖല ഡെപ്യൂട്ടി കൺട്രോളർ K. സുരേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. പരസ്പരം പരിചയപ്പെടുന്നതിനും സ്നേഹാനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നതിനുമുള്ള വേദിയായി ഈ കൂട്ടായ്മ മാറട്ടെയെന്ന് അദ്ദേഹം ആശംസിച്ചു. ഇനിയുള്ള വർഷങ്ങളിലും പടർന്ന് പന്തലിച്ച് കോഴിക്കോട് ജില്ലയിലെ സകല ജീവനക്കാരെയും എല്ലാവർക്കും പരിചയപ്പെടുവാനും അതേപോലെ തന്നെ സഹവർത്തിത്വത്തോടും സന്തോഷത്തിനും കൂടി ഈ ജില്ലയിലെ ജീവനക്കാർ പരസ്പരം സ്നേഹ ബഹുമാനത്തോടുകൂടി വർദ്ധിക്കുവാനുള്ള അവസരം ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ജീവിതത്തിലെ നല്ലൊരു ഭാഗം സിവിൽ സപ്ലൈസ് വകുപ്പിലും ഡെപ്യൂട്ടേഷനിലും ചെലവഴിക്കുകയും മാതൃകാപരമായ സേവനം കാഴ്ചവെക്കുകയും ചെയ്ത് പടിയിറങ്ങിയവർ പുതുതലമുറയ്ക്ക് അന്യരാണ്.
ഇവരെ പരിചയപ്പെടുകയും അനുഭവങ്ങൾ പങ്കുവയ്ക്കാനുള്ള വേദിയായി ഈ കൂട്ടായ്മയെ മാറ്റുകയുമാണ് സംഘാടകരുടെ ലക്ഷ്യം. സംഘടനാ ചെയർമാൻ രവീന്ദ്രൻ കുറുനിലത്ത് അധ്യക്ഷത വഹിച്ചു. ജനറൽ കൺവീനർ എം രവീന്ദ്രൻ, വൈസ് ചെയർമാൻ പി.വി. രമേശൻ, റിട്ടയർഡ് ഉദ്യോഗസ്ഥരായ കെ.പി. സൗദാമിനി, ടി.പി. കമ്മദുകുട്ടി, ജില്ലാ സപ്ലൈ ഓഫീസർ കെ. ശ്രീലത എന്നിവർ സംസാരിച്ചു. വാർത്തകളിൽ ഇടവേള. Galaxy made of ABS material. പ്ലാസ്റ്റിക് റെക്സിൻ നിർമ്മിത പാദരക്ഷകൾ ഡെർമറ്റൈറ്റിസ് പോലുള്ള ചർമ്മരോഗങ്ങൾ ഉണ്ടാക്കാം. തിരഞ്ഞെടുക്കൂ പ്രീമിയർ ജെനുവൻ ലെതർ ഫുട്വെയർ. നിങ്ങളുടെ സ്വപ്നങ്ങളിൽ ഒരു മംഗല്യമുണ്ട്. ആ മംഗല്യത്തിൽ ഒരു പട്ടുണ്ട്. ആ പട്ടിന് ഇനി 10 പ്രത്യേകതകളുണ്ട്. കല്യാൺ സിൽക്സ് അവതരിപ്പിക്കുന്നു സൗഗന്ധിക പെർഫെക്റ്റ് ടൺ. ഷെയ്ഡ്, ടെക്സ്ചർ, ബ്ലെൻഡ് തുടങ്ങി നെയ്ത്തിലെ 10 പൊരുത്തങ്ങൾ ഒരുമിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ബ്രൈഡൽ സാരി. പെർഫെക്റ്റ് ടൺ ഫ്രം കല്യാൺ സിൽക്സ്. മംഗല്യ പട്ടിന് ഇനി 10ൽ 10 പൊരുത്തം. വാർത്തകൾ തുടരുന്നു. സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക സുസ്ഥിരതയ്ക്കു വേണ്ടി വർഷങ്ങളായി മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച പ്ലാനിംഗ് കമ്മീഷൻ നിർത്തലാക്കിയത് സംസ്ഥാനങ്ങളെ ദുരിതത്തിലേക്കാണ് തള്ളിവിട്ടിരിക്കുന്നതെന്ന് എം.കെ. രാഘവൻ MP. GSTU കോഴിക്കോട് സിറ്റി ഉപജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗവൺമെന്റ് സ്കൂൾ ടീച്ചേഴ്സ് യൂണിയന്റെ കോഴിക്കോട് സിറ്റി ഉപജില്ലാ സമ്മേളനം നടക്കാവ് വുമൺസ് TTEയിൽ നടന്നു. എം.കെ. രാഘവൻ MP സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക സുസ്ഥിരതയ്ക്ക് വേണ്ടി വർഷങ്ങളായി മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച പ്ലാനിംഗ് കമ്മീഷൻ നിർത്തലാക്കിയത് സംസ്ഥാനങ്ങളെ ദുരിതത്തിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണെന്ന് അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. രാഷ്ട്രശില്പിയായിട്ടുള്ള പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ സിദ്ധാന്തങ്ങളും നയങ്ങളും ആശയങ്ങളും വീക്ഷണങ്ങളും പ്ലാനിംഗ് കമ്മീഷൻ മാറ്റി മറിക്കുന്നതിലൂടെ ഈ ഗവൺമെന്റ് ശ്രമിച്ചപ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത് ജനാധിപത്യത്തിന്റെ അസ്തമയമാണ്, മതേതരത്വത്തിന്റെ അസ്തമയമാണ് നിങ്ങൾ ആലോചിക്കണം. സ്വാഗത സംഘം ചെയർപേഴ്സൺ P. ഉഷാദേവി അധ്യക്ഷം വഹിച്ചു. സബ് ജില്ലാ സെക്രട്ടറി ജിയോ ജെയ്സൺ, PC ബാബു, M.K. രാഗേഷ്, M. ബാലകൃഷ്ണൻ, P.K. അരവിന്ദ്, T. അശോക് കുമാർ, V.B. രാജേഷ് മാസ്റ്റർ, P. ശിവാനന്ദൻ, ശശിധരൻ അരിഞ്ചേരി, റോസ് ലിൻഡ, ദിനേശൻ P.K., L. ആനന്ദകുമാർ എന്നിവർ സംബന്ധിച്ചു. കേരള ഗവൺമെന്റ് ഡ്രൈവേഴ്സ് അസോസിയേഷൻ കോഴിക്കോട് ജില്ലാ സമ്മേളനം സൈനിക ക്ഷേമ ഓഫീസ് ഓഡിറ്റോറിയത്തിൽ നടന്നു. KGDA സംസ്ഥാന ജനറൽ സെക്രട്ടറി P. ഗോപികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കേരള ഗവൺമെന്റ് ഡ്രൈവേഴ്സ് അസോസിയേഷൻ കോഴിക്കോട് ജില്ലാ സമ്മേളനം സൈനിക ക്ഷേമ ഓഫീസ് ഓഡിറ്റോറിയത്തിൽ നടന്നു. മെയ് 8, 9 തീയതികളിൽ ഇടുക്കി തൊടുപുഴയിൽ നടക്കുന്ന 48ാം സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായാണ് ജില്ലാ സമ്മേളനങ്ങൾ നടന്നുവരുന്നത്. KGDA സംസ്ഥാന ജനറൽ സെക്രട്ടറി P. ഗോപാലകൃഷ്ണൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഡ്രൈവർമാരുടെ ക്ഷേമം മാത്രം കാക്ഷിക്കുന്ന ഒരു സംഘടനയാണ് കേരള ഗവൺമെന്റ് ഡ്രൈവേഴ്സ് അസോസിയേഷൻ. 48ാമത് സംസ്ഥാന സമ്മേളനം മെയ് 8, 9 തീയതികളിൽ ഇടുക്കി ജില്ലയിലെ തൊടുപുഴ വെച്ച് നടക്കാൻ പോവുകയാണ്. ജില്ലാ പ്രസിഡന്റ് A. ബാലചന്ദ്രൻ നായർ അധ്യക്ഷം വഹിച്ചു. ജില്ലാ സെക്രട്ടറി KV നകുലൻ, KK ദിനേശൻ, PP സുലൈമാൻ, PP മോഹനൻ, V. പ്രേമൻ, C. ഉദയകുമാർ, P. രാജേന്ദ്രൻ എന്നിവർ സംസാരിച്ചു. KGDA ജില്ലാ ലീഗൽ അഡ്വൈസർ അഡ്വക്കേറ്റ് സാബി ജോസഫ് വിരമിച്ചവരെയും വിരമിക്കുന്നവരെയും ആദരിച്ചു. പോലീസ് സേനയിൽ 200 ആദിവാസികളെ PSC മുഖേന സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് വഴി ഉടൻ നിയമിക്കാൻ തീരുമാനിച്ചതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഉത്തരമേഖല ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മാവോയിസ്റ്റ് ആക്രമണങ്ങൾ നഗരങ്ങളിലേക്ക് വ്യാപിക്കാൻ സാധ്യതയുണ്ടെന്നും ക്രമസമാധാന ചുമതല വഹിക്കുന്ന എല്ലാ ഉദ്യോഗസ്ഥരും കനത്ത ജാഗ്രത പാലിക്കണമെന്നും അദ്ദേഹം യോഗത്തിൽ പറഞ്ഞു. കേരള പോലീസിൽ 200 ആദിവാസികളെ ഉടൻ കോൺസ്റ്റബിൾമാരായി റിക്രൂട്ട് ചെയ്യുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. PSC സ്പെഷ്യൽ റിക്രൂട്ട്മെന്റിന് യോഗ്യതയിൽ ഭേദഗതി വരുത്തും. നിലവിലുള്ള ഒഴിവുകളിലായിരിക്കും നിയമനം. വനിതകളെയും ഉൾപ്പെടുത്തും. കോഴിക്കോട് PWD റെസ്റ്റ് ഹൌസിൽ നടന്ന മലബാർ മേഖലയിലെ ഉന്നത പോലീസ് ഓഫീസർമാരുടെ അവലോകന യോഗത്തിന് ശേഷം വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ആഭ്യന്തരമന്ത്രി. മാവോയിസ്റ്റ് ഭീഷണിയടക്കം വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്ത യോഗത്തിൽ ആഭ്യന്തര സെക്രട്ടറി നളിനി നെറ്റോ, സംസ്ഥാന പോലീസ് മേധാവി KS ബാലസുബ്രഹ്മണ്യം, ഉത്തരമേഖലയിലെ ഓഫീസർമാർ എന്നിവർ പങ്കെടുത്തു. മാവോവാദികളെ രഹസ്യമായും പരസ്യമായും സഹായിക്കുന്നവരെ നിരീക്ഷിക്കാൻ ഇന്റലിജൻസ് ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. മാവോവാദികളെ സഹായിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കും. ചില സംഘടനകളുടെ പേരിൽ മാവോവാദികളെ സഹായിക്കുന്നവരും അക്രമങ്ങൾക്ക് പ്രേരണ നൽകുന്നവരും സംസ്ഥാനത്തുണ്ടെന്ന് റിപ്പോർട്ട് ലഭിച്ചിട്ടുണ്ട്. ഇവർക്കെതിരെ അതീവ ജാഗ്രത പുലർത്തും. മാവോവാദികളെ ശക്തമായി നേരിടാൻ യോഗത്തിൽ തീരുമാനമായി.
ഇന്റലിജൻസ് ADGP ഹേമചന്ദ്രൻ, ഉത്തരമേഖല ADGP N ശങ്കർ റെഡ്ഡി, സായുധ പോലീസ് ADGP V സന്ധ്യ, തൃശൂർ IG സുരേഷ് രാജ് പുരോഹിത്, കണ്ണൂർ DIG ദിനചന്ദ്ര കശ്യപ്, വനവകുപ്പ് പ്രിൻസിപ്പൽ ചീഫ് കൺസർവേറ്റർ P കേശവൻ, ജില്ലാ പോലീസ് മേധാവികൾ, 100-ൽ പരം ഓഫീസർമാർ എന്നിവരും സംബന്ധിച്ചു. പുഷ്പപ്രേമികളുടെ ഹൃദയം കവർന്നുകൊണ്ട് കാലിക്കറ്റ് ഫ്ലവർ ഷോ. വിദേശ പുഷ്പങ്ങളും വിവിധ തരം ഓർക്കിഡുകളും മേളയിൽ കാണികൾക്ക് പ്രിയമേറി. കൂടാതെ വിവിധ തരം പച്ചക്കറി വിത്തുകളും വൃക്ഷത്തൈകളും മേളയിലുണ്ട്. ജൈവ പച്ചക്കറി കൃഷി പ്രോത്സാഹിപ്പിക്കുക എന്ന സന്ദേശമാണ് ഫ്ലവർ ഷോ മുന്നോട്ട് വെക്കുന്നത്. സുഗന്ധം പൊഴിക്കുന്ന പനിനീർ പൂക്കൾ മുതൽ കായ്ച്ചു നിൽക്കുന്ന മധുരനാരകം വരെ ഇത്തവണത്തെ മേളയിലുണ്ട്. നീല, പച്ച, വെള്ള നിറങ്ങളിലുള്ള വിദേശ പുഷ്പമായ മൻസ്ട്രോമയും തായ്ലൻഡിൽ നിന്നുള്ള സ്പെഷ്യൽ ഓർക്കിഡുകളും പുഷ്പപ്രേമികളുടെ ഹൃദയം കവരാനെത്തിയിട്ടുണ്ട്. വിവിധ തരം ചെമ്പരത്തികളാണ് മേളയിലെ മറ്റൊരു ആകർഷണം. ജൈവ പച്ചക്കറി കൃഷി പ്രോത്സാഹിപ്പിക്കുക എന്ന സന്ദേശമാണ് ഇത്തവണ ഫ്ലവർ ഷോ മുന്നോട്ട് വയ്ക്കുന്നത്. ഇതിനായി ജില്ലയിലെ മികച്ച സർക്കാർ കാർഷിക തോട്ടമായ കൂത്താളിയിൽ നിന്നും തൃശൂരിലെ കേരള കാർഷിക സർവകലാശാലയിൽ നിന്നുമുള്ള മേൽത്തരം പച്ചക്കറി വിത്തുകളും തൈകളും വിൽപ്പനയ്ക്കെത്തിച്ചിട്ടുണ്ട്. അത്യുൽപാദന ശേഷിയുള്ള തെങ്ങിൻ തൈകൾ, വാഴകൾ, ഫലവൃക്ഷ തൈകൾ എന്നിവയെല്ലാം സ്റ്റാളുകളിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. കാർഷികോപകരണങ്ങളുടെയും യന്ത്രങ്ങളുടെയും ഉൾപ്പെടെ 90 സ്റ്റാളുകളാണ് മേളയിലുള്ളത്. കാലിക്കറ്റ് അഗ്രി ഹോർട്ടിക്കൾച്ചർ സൊസൈറ്റിയാണ് ഫ്ലവർ ഷോയുടെ സംഘാടകർ. ഇൻ ആൻഡ് റൗണ്ട് കാലിക്കറ്റിൽ എല്ലാവർക്കും വന്ന് കാണാൻ പറ്റുന്ന ഒരു ഷോ. ഇത്ര വർഷമായിട്ട് വേറെ ഒരു ഷോവും ഇത്ര ഇങ്ങനെ ഒന്നായിട്ട് നടന്നു പോയിട്ടെന്ന് തോന്നുന്നില്ല. എല്ലാവരും പല ആൾക്കാരും നടത്തുന്നുണ്ട്. ഇത്രയും സക്സസ്ഫുൾ ആയിട്ട് നടത്തുന്നത് ഈ സൊസൈറ്റി മാത്രമാണ്. പിന്നെ ഞങ്ങൾക്ക് നല്ല വിവിധ തരം കളക്ഷൻസ് ഉണ്ട്. 17 നഴ്സറീസ് ഉണ്ട്, ഒരു 50 കമേഴ്ഷ്യൽ സ്റ്റോൾസ് ഉണ്ട്, പിന്നെ 22 ഗവൺമെന്റ് സ്റ്റോൾസ് വന്നിട്ടുണ്ട്. 39ാം തവണയാണ് മേള സംഘടിപ്പിക്കുന്നത്. വിവിധ സർക്കാർ സ്ഥാപനങ്ങളുടെ ആഭിമുഖ്യത്തിൽ പ്രദർശന നഗരിയിൽ സൗജന്യ സെമിനാറുകളും സംഘടിപ്പിച്ചിട്ടുണ്ട്. വൈകുന്നേരങ്ങളിൽ കലാപരിപാടികളും അരങ്ങേറും. മുതിർന്നവർക്ക് 30 രൂപയും കുട്ടികൾക്ക് 20 രൂപയുമാണ് പ്രവേശന ഫീസ്. 13-ന് മേള സമാപിക്കും. ഫ്ലവർ ഷോയുടെ ഭാഗമായി നടന്ന പൂന്തോട്ട മത്സരം, പുൽത്തകിടി മത്സരം, പച്ചക്കറിത്തോട്ട മത്സരം എന്നിവയ്ക്കുള്ള സമ്മാനങ്ങളുടെ വിതരണം ഇന്ന് മറൈൻ ഗ്രൗണ്ടിൽ നടക്കും. മേളയോടനുബന്ധിച്ച് പുഷ്പ സംവിധാന മത്സരം, പുഷ്പരാജ പുഷ്പറാണി മത്സരം, വിവിധ ഇനങ്ങളിൽപ്പെട്ട ചെടികളുടെ മത്സരം, കുട്ടികളുടെ പെയിന്റിംഗ് മത്സരം എന്നിവ വരും ദിവസങ്ങളിൽ നടക്കും. പ്രദീപ് കുമാർ MLA മേള ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 4 വർഷമായി നിലാവ് ചാരിറ്റബിൾ ട്രസ്റ്റ് വർഷത്തിലൊരിക്കൽ സ്നേഹവീട്ടിൽ കലാപരിപാടികൾ നടത്തിവരുന്നു. ഈ വർഷം കോട്ടൂളി നേതാജി നഗർ ഹോം ഓഫ് ലവ് അങ്കണത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ മരുന്ന്, ഭക്ഷണം എന്നിവ വിതരണം, മാജിക് ഡാൻസ്, ഗാനമേള, കലാപരിപാടികൾ എന്നിവ നടന്നു. AK ശശീന്ദ്രൻ MLA പരിപാടി ഉദ്ഘാടനം ചെയ്തു. പുതുവർഷത്തോടനുബന്ധിച്ച് നിലാവ് ചാരിറ്റബിൾ ട്രസ്റ്റ് കോഴിക്കോടിന്റെ ആഭിമുഖ്യത്തിൽ കോട്ടൂളി നേതാജി നഗറിലെ ഹോം ഓഫ് ലവ് അഗതി മന്ദിരത്തിൽ നിലാവെളിച്ചം 2015 എന്ന പേരിൽ സൗജന്യ മരുന്ന് വിതരണം, ഭക്ഷണം, കലാപരിപാടികൾ എന്നിവ സംഘടിപ്പിച്ചു. AK ശശീന്ദ്രൻ MLA നിലാവെളിച്ചം 2015 ഉദ്ഘാടനം ചെയ്തു. സമൂഹത്തിന്റെ പല തലങ്ങളിൽ നിന്നുള്ളവരാണെങ്കിലും ധാരാളം പരാതികളും പരിഭവങ്ങളും ഉള്ളവരാണ്. അത്തരം പരാതികളും പരിഭവങ്ങളും ഒരു ഘട്ടം കഴിയുമ്പോൾ പ്രതിഷേധമായി ശക്തിപ്പെടുകയും ചെയ്യും. ട്രസ്റ്റ് സെക്രട്ടറി PV അസീബ് റഹ്മാൻ അധ്യക്ഷം വഹിച്ചു. വനിതാ വികസന കോർപ്പറേഷൻ ചെയർപേഴ്സൺ P കുൽസു ടീച്ചർ മരുന്ന് ഫണ്ട് വിതരണം ഉദ്ഘാടനം ചെയ്തു. നിലാവ് ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ MK പ്രശാന്ത്, പ്രമോദ് യുവധാര, ഹോം ഓഫ് ലവ് ഡയറക്ടർ സിസ്റ്റർ ലിസി എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. തെരുവിൽ ജീവിക്കാൻ വിധിക്കപ്പെട്ടവരും വാർദ്ധക്യത്തിൽ സ്വന്തം വീട്ടിൽ നിന്ന് കുടിയിറക്കപ്പെട്ടവരും വിവിധ രോഗങ്ങൾക്ക് അടിമപ്പെട്ടവരുമായ 100ഓളം പേർക്ക് സംരക്ഷണം നൽകുന്ന സ്ഥാപനമാണ് കോട്ടൂളി നേതാജി നഗറിലെ ഹോം ഓഫ് ലവ്. ഉറ്റവരുണ്ടായിട്ടും ജീവിതത്തിന്റെ അവസാന കാലം അഗതി മന്ദിരങ്ങളിൽ ഒതുങ്ങിക്കൂടുവാൻ വിധിക്കപ്പെട്ടവർക്ക് കലാപരിപാടികളിലൂടെ മാനസികോല്ലാസം ലഭിക്കുമെന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ 4 വർഷമായി നിലാവ് ചാരിറ്റബിൾ ട്രസ്റ്റ് വർഷത്തിലൊരിക്കൽ സ്നേഹവീട്ടിൽ കലാപരിപാടികൾ അവതരിപ്പിച്ചു വരുന്നത്. കലാഭവൻ അഷ്കറും സംഘവും അവതരിപ്പിച്ച മാജിക് ഡാൻസ്, എമു ഡാൻസ്, ഡോൾ ഡാൻസ്, ഫയർ ഡാൻസ് തുടങ്ങി വിവിധ കലാപരിപാടികളാണ് അവതരിപ്പിക്കപ്പെട്ടത്. മദ്യപാനത്തിനെതിരെ ജനകീയ അഭിപ്രായം രൂപപ്പെടുന്ന ഘട്ടത്തിൽ മദ്യലോബിക്ക് അനുകൂലമായി സർക്കാർ തീരുമാനങ്ങൾ വരുന്നത് ലജ്ജാകരമാണെന്ന് യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി CK സുബൈർ. അടച്ചുപൂട്ടിയ ബാറുകൾ ബിയർ, വൈൻ ഷോപ്പുകൾ ആക്കി തുറക്കുന്നതിനെതിരെ സിറ്റി സൗത്ത് മണ്ഡലം യൂത്ത് ലീഗ് കമ്മിറ്റി സംഘടിപ്പിച്ച ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സർക്കാർ മദ്യലോബിക്ക് അനുകൂലമായി നിലപാടെടുക്കുന്നത് ലജ്ജാകരമെന്ന് യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി CK സുബൈർ.
അടച്ചുപൂട്ടിയ ബാറുകൾ ബിയർ വൈൻ പാർലറുകളാക്കിയതിനെതിരെ സിറ്റി സൌത്ത് മണ്ഡലം യൂത്ത് ലീഗ് കമ്മിറ്റി സംഘടിപ്പിച്ച ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ബിയർ വൈൻ പാർലറുകൾക്കെതിരെയുള്ള സമരങ്ങൾക്ക് യൂത്ത് ലീഗ് നേതൃത്വം കൊടുക്കുമെന്നും CK സുബൈർ പറഞ്ഞു. മണ്ഡലം യൂത്ത് ലീഗ് വൈസ് പ്രസിഡന്റ് PP നസീർ അധ്യക്ഷനായി. MA നിസാർ, NC അബൂബക്കർ, EH കുഞ്ഞികൃഷ്ണൻ, അഡ്വക്കേറ്റ് AV അൻവർ, PV അവറാൻ എന്നിവർ പ്രസംഗിച്ചു. വാർത്തയിൽ മറ്റൊരിടവേള. പ്ലാസ്റ്റിക് റെക്സിൻ നിർമ്മിത പാദരക്ഷകൾ ഡെർമറ്റൈറ്റിസ് പോലുള്ള ചർമ്മരോഗങ്ങൾ ഉണ്ടാക്കാം. തിരഞ്ഞെടുക്കൂ പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ. My daughter's happiness festival at Malabar Gold and Diamonds. അവളുടെ സന്തോഷം നിങ്ങളുടെ ആഘോഷം. വാർത്തകൾ തുടരുന്നു. ഭാരതീയ വിദ്യാനികേതൻ 11ാം സംസ്ഥാന സ്കൂൾ കലോത്സവം രാമനാട്ടം 2015 തിരിതെളിഞ്ഞു. വർണ്ണാഭമായ ഘോഷയാത്ര രാമനാട്ടുകര നിവേദിത വിദ്യാപീഠത്തിൽ എത്തിയതോടെ ഉദ്ഘാടന ചടങ്ങുകൾ ആരംഭിച്ചു. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി വെബ്സൈറ്റ് ഉദ്ഘാടനം ചെയ്തു. ഭാരതീയ വിദ്യാനികേതൻ സംസ്ഥാന കലോത്സവത്തിന് തിരിതെളിഞ്ഞു. സംസ്ഥാനത്തെ 468 വിദ്യാലയങ്ങളിൽ നിന്നായി 4000-ഓളം പ്രതിഭകൾ മാറ്റിവെക്കുന്ന രാമനാട്ടം കലോത്സവം മന്ത്രി PK കുഞ്ഞാലിക്കുട്ടിയും കലോത്സവ സമ്മേളനം മന്ത്രി രമേശ് ചെന്നിത്തലയും ഉദ്ഘാടനം ചെയ്തു. കലോത്സവ വെബ്സൈറ്റ് പോർട്ടൽ മന്ത്രി കുഞ്ഞാലിക്കുട്ടി പുറത്തിറക്കി. വിദ്യാനികേതൻ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ R രവീന്ദ്രൻപിള്ള അധ്യക്ഷം വഹിച്ചു. വിദ്യാഭാരതി അഖില ഭാരതീയ സംസ്കൃതി ബോധൻ പരിയോജൻ പ്രമുഖ് വിജയ് ഗണേഷ് കുൽക്കർണി ദീപം തെളിയിച്ചു. MP വീരേന്ദ്രകുമാർ, വിദ്യാഭാരതി ദക്ഷിണ ക്ഷേത്രീയ സെക്രട്ടറി NCT രാജഗോപാൽ, കശ്യപ റിസർച്ച് ഫൗണ്ടേഷനിലെ ആചാര്യ MR രാജേഷ്, ഇസ്കോൺ പ്രതിനിധി രാമനരസിംഹദാസ്, പഞ്ചായത്ത് പ്രസിഡന്റ് NC ഹംസക്കോയ, അഡീഷണൽ DMO ഡോക്ടർ പീയൂഷ് നമ്പൂതിരിപ്പാട്, തോട്ടുങ്ങൽ റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് PC ജനാർദ്ദനൻ, സംഘാടക സമിതി ചെയർമാൻ PS ശ്രീധരൻപിള്ള, ജനറൽ കൺവീനർ CK വേലായുധൻ എന്നിവർ സംസാരിച്ചു. കവി PK ഗോപി രചിച്ച് കനകദാസ് പേരാമ്പ്ര സംവിധാനം ചെയ്ത ജ്യോതിർഗമയ നൃത്ത സംഗീത ശില്പം ഉദ്ഘാടന സദസ്സിൽ അരങ്ങേറി. ശനി ഞായർ ദിവസങ്ങളിലായി 10 വേദികളിലാണ് മത്സരങ്ങൾ നടക്കുന്നത്. CH ഹരിദാസിന്റെ 30ാം ചരമവാർഷിക ദിനാചരണത്തിന്റെ ഭാഗമായി വിവിധ സംഘടനകൾ അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിച്ചു. CH ഹരിദാസിന്റെ ചരമവാർഷികത്തോടനുബന്ധിച്ച് നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി ജില്ലാ കമ്മിറ്റിയും AC ഷൺമുഖദാസ് പഠന കേന്ദ്രവും ചേർന്നു സംഘടിപ്പിച്ച അനുസ്മരണ പരിപാടിയിൽ ഇന്ത്യൻ മതേതരത്വത്തിന്റെ ഭാവപകർച്ച എന്ന വിഷയത്തിൽ ഡോക്ടർ MN കാരശ്ശേരി പ്രഭാഷണം നടത്തി. AK ശശീന്ദ്രൻ MLA അധ്യക്ഷം വഹിച്ചു. NCP സംസ്ഥാന പ്രസിഡന്റ് ഉഴവൂർ വിജയൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. ജില്ലാ പ്രസിഡന്റ് മുക്കം മുഹമ്മദ്, MK പ്രേമനാഥ്, M ആലിക്കോയ തുടങ്ങിയവർ പ്രസംഗിച്ചു. കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയും അനുസ്മരണ സമിതിയും ചേർന്ന് സംഘടിപ്പിച്ച അനുസ്മരണ പരിപാടിയിൽ മലയാള സർവകലാശാല വൈസ് ചാൻസലർ K ജയകുമാർ പ്രഭാഷണം നടത്തി. കോൺഗ്രസ് S സംസ്ഥാന പ്രസിഡന്റ് രാമചന്ദ്രൻ കടന്നപ്പള്ളി അധ്യക്ഷം വഹിച്ചു. EPR വേശാല, സന്തോഷ് കാല, KV ദേവദാസ്, C സത്യചന്ദ്രൻ, M ശശിധരൻ, റനീഷ് മാത്യു, ബാബു ഗോപിനാഥ്, CP ഹമീദ്, P സോമശേഖരൻ, P രാജൻ, വള്ളിൽ ശ്രീജിത്ത്, കുനിയിൽ മോഹനൻ, KMK ബാലകൃഷ്ണൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. 55ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം തത്സമയം ലഭ്യമാക്കാനുള്ള വെബ്സൈറ്റ് പ്രവർത്തനം ആരംഭിച്ചു. ITH സ്കൂൾ ആണ് സ്കൂൾ കലോത്സവം .in എന്ന വെബ്സൈറ്റ് തയ്യാറാക്കിയത്. വെബ്സൈറ്റിന്റെ ഉദ്ഘാടനം MK മുനീർ നിർവഹിച്ചു. വിദ്യാഭ്യാസ മന്ത്രി അബ്ദുറബ് സംഘാടക യോഗം ഉദ്ഘാടനം ചെയ്തു. ഈ മാസം 15 മുതൽ 21 വരെ കോഴിക്കോട് നടക്കുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായി വരികയാണ്. ITH സ്കൂൾ രൂപകൽപ്പന ചെയ്ത വെബ്സൈറ്റിന്റെ പ്രകാശനം ടാഗോർ സെന്ററിംഗ് ഹാളിൽ മന്ത്രി ഡോക്ടർ MK മുനീർ നിർവഹിച്ചു. കോഴിക്കോട് സൗത്ത് മണ്ഡലത്തിൽ പ്രവർത്തനം ആരംഭിച്ച ശുചിത്വ സേനയുടെ വോളണ്ടിയർമാർ കലോത്സവ കാലത്ത് നഗരം സീറോ വേസ്റ്റ് സിറ്റിയാക്കാൻ ഉപയോഗിക്കുമെന്ന് മന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. സംഘാടക സമിതി യോഗം മന്ത്രി PK അബ്ദുറബ് ഉദ്ഘാടനം ചെയ്തു. കലോത്സവത്തിന്റെ ഭാഗമായി ഈ മാസം 13 തുടങ്ങുന്ന എക്സിബിഷന് കടലോളം കാഴ്ചകൾ എന്ന പേരിലെ ചടങ്ങ് MK രാഘവൻ MP നിർവഹിച്ചു. കലോത്സവത്തിലെത്തുന്ന വാഹനങ്ങൾക്ക് പ്രത്യേക നമ്പർ നൽകി പാർക്കിംഗ് ക്രമീകരിക്കാനും യോഗത്തിൽ തീരുമാനമായി. സംഘാടക സമിതി ചെയർപേഴ്സൺ മേയർ AK പ്രേമജം അധ്യക്ഷം വഹിച്ചു. MLA മാരായ AK ശശീന്ദ്രൻ, പുരുഷൻ കടലുണ്ടി, C മോയിൻകുട്ടി, ഗുരു ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായർ,
സംവിധായകൻ VM വിനു, ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ KP ഷീബ, നടൻ ബാബുസ്വാമി, മുൻ മന്ത്രി PKK ബാവ, മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് ഉമ്മർ പാണ്ടികശാല, ജോൺ പോത്തുക്കുഴി, സത്യൻ മൊഗേരി, VR സുധീഷ്, DCC പ്രസിഡന്റ് KC അബു, പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഗോപാലകൃഷ്ണ ഭട്ട്, DE ഡോക്ടർ ഗിരീഷ് ചോലെ എന്നിവർ സംസാരിച്ചു. വാർത്തകൾ ചുരുക്കത്തിൽ. ബേപ്പൂർ മാറോട് കൈതവളപ്പ് ഹിദായത്തു സുബിയാൻ മദ്രസ കെട്ടിടം കോഴിക്കോട് ഗാസി സയ്യിദ് മുഹമ്മദ് കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. മഹല്ല് കമ്മിറ്റി പ്രസിഡന്റ് P മുഹമ്മദ് അധ്യക്ഷം വഹിച്ചു. സദർ മുഅല്ലിം ഷിഹാബുദ്ദീൻ മാഹിരി, കൌൺസിലർ P ദേവരാജൻ, രമേശ് നമ്പ്യത്ത്, K മുരളി, കരുവള്ളി ശശി, P പീതാംബരൻ, KA സത്താർ, മദ്രസ സെക്രട്ടറി K ഹാരിസ് എന്നിവർ സംസാരിച്ചു. രാമനാട്ടുകര സർവേ സഹകരണ ബാങ്ക് ഫാറൂഖ് കോളേജ് ശാഖയുടെ ഉദ്ഘാടനം ഫറൂഖ് കോളേജ് അങ്ങാടിയിൽ നടന്നു. ജില്ലാ സഹകരണ ബാങ്ക് പ്രസിഡന്റ് മനേത്ത് ചന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. രാമനാട്ടുകര സർവേ സഹകരണ ബാങ്ക് പ്രസിഡന്റ് വിജയൻ P മേനോൻ അധ്യക്ഷനായിരുന്നു. സെക്രട്ടറി AK രാമചന്ദ്രൻ, രാമനാട്ടുകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NC ഹംസക്കോയ, IT ബാലകൃഷ്ണൻ, സുബ്രഹ്മണ്യൻ മാസ്റ്റർ, K ഷീജ, AB ദേവൻ, VB സീനത്ത്, K മാനുക്കുട്ടൻ, K അബ്ദുൾ അസീസ്, M ജനാർദ്ദനൻ, C രവീന്ദ്രൻ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. അൽമനാർ എഡ്യൂക്കേഷൻ ചാരിറ്റബിൾ ട്രസ്റ്റിന് കീഴിൽ പ്രവർത്തിക്കുന്ന നടുവട്ടത്തെ അൽമനാർ സ്കൂളിന്റെ 10ാം വാർഷികം വൈവിധ്യമാർന്ന പരിപാടികളോടെ സ്കൂൾ അങ്കണത്തിൽ നടന്നു. CDA ചെയർമാൻ NC അബൂബക്കർ വാർഷികാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. അൽമനാർ പ്രിൻസിപ്പൽ M ജയസുധ അധ്യക്ഷം വഹിച്ചു. സ്കൂൾ ലീഡർ ഹർഷദ് മലയിൽ, വൈസ് പ്രിൻസിപ്പൽ നിഷ പ്രദീപ്, ട്രസ്റ്റ് മെമ്പർ നജമുദ്ദീൻ കമാൽ, KMCC ദോഹ ട്രഷറർ റഫീഖ് മലയിൽ, PTA പ്രസിഡന്റ് ഷബ്നാസ്മി എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. SSLC +2 വിഷയങ്ങളിൽ ഉന്നത വിജയം നേടിയ കുട്ടികൾക്ക് മുതലാളി അബൂബക്കർ അവാർഡുകളും സമർപ്പിച്ചു. INL സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കോഴിക്കോട്ട് നിർമ്മിക്കുന്ന ഇബ്രാഹിം സുലൈമാൻ സേട്ട് സാംസ്കാരിക കേന്ദ്രത്തിന്റെ ശിലാസ്ഥാപന കർമ്മം ജനുവരി 13 ചൊവ്വാഴ്ച വൈകുന്നേരം 5-ന് മുൻ കേന്ദ്രമന്ത്രിയും ജനതാദൾ S ദേശീയ അധ്യക്ഷനുമായ HD ദേവഗൌഡ നിർവഹിക്കും. അരേടത്ത് പാലം കോൺഫിഡന്റ് ഗ്രൂപ്പ് മൈതാനിയിൽ നടക്കുന്ന ചടങ്ങിൽ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ പങ്കെടുക്കും. ഉച്ചയ്ക്ക് 3-ന് നടക്കുന്ന ന്യൂനപക്ഷ രാഷ്ട്രീയ സെമിനാർ CPM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി ഉദ്ഘാടനം ചെയ്യുമെന്നും നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സംസ്ഥാന പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാന വകുപ്പുമായി ചേർന്ന് കാളാണ്ടിത്താഴം ദർശനം സാംസ്കാരിക വേദി പാരിസ്ഥിതികം എന്ന പേരിൽ ദശദിന ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. നിലനിൽക്കുന്ന ഭാവിക്കായി ഊർജ്ജം സംരക്ഷിക്കൂ എന്ന വിഷയത്തിലാണ് ബോധവൽക്കരണ പരിപാടിയും LED ബൾബ് നിർമ്മാണ പരിശീലനവും സംഘടിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കൊടിയത്തൂർ വാദി റഹ്മ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി കോഴിക്കോട് നഗരത്തിൽ സാംസ്കാരിക സായാഹ്നം സംഘടിപ്പിക്കുമെന്ന് സ്വാഗത സംഘം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ജനുവരി 13 വൈകിട്ട് ടാഗോർ ഹാളിൽ നടക്കുന്ന പരിപാടിയിൽ വിവിധ കലാ സാംസ്കാരിക പരിപാടികൾ അരങ്ങേറും. മകരസംക്രമ ദിനമായ ജനുവരി 14 ബുധനാഴ്ച കാശ്യപാശ്രമത്തിന്റെ ആഭിമുഖ്യത്തിൽ മകരസംക്രാന്തി യജ്ഞം സംഘടിപ്പിക്കുന്നു. നടക്കാവ് വണ്ടിപ്പേട്ട ബിലാത്തിക്കുളം റോഡിലെ കുമാരില ഭട്ടനഗറിൽ വെച്ചാണ് രാവിലെ 7-ന് വേദഘോഷത്തോടെ യജ്ഞം ആരംഭിക്കുകയെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കേരള പുലയർ മഹാസഭയുടെ യുവജന വിഭാഗമായ കേരള പുലയർ യൂത്ത് മൂവ്മെന്റ് സ്വാമി വിവേകാനന്ദന്റെ 152ാം ജന്മദിനമായ ജനുവരി 12-ന് സെമിനാർ സംഘടിപ്പിക്കുന്നു. കേരളത്തിന്റെ സാമൂഹ്യ ജീർണതയ്ക്കെതിരെ എന്ന വിഷയത്തിൽ മുതലക്കുളം മൈതാനിയിലാണ് സെമിനാർ സംഘടിപ്പിക്കുകയെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ട്രോമ കെയർ കോഴിക്കോടും സിറ്റി പോലീസും സംയുക്തമായി KTC ഹുണ്ടായിയുടെ സഹകരണത്തോടെ റോഡ് സുരക്ഷാ വാരം സംഘടിപ്പിക്കുന്നു. ജനുവരി 11-ന് ആരംഭിക്കുന്ന സുരക്ഷാ വാരാചരണത്തിന്റെ ഭാഗമായി തെരുവ് നാടകം, ഫോട്ടോ പ്രദർശനം, വീഡിയോ പ്രദർശനം, ക്വിസ് മത്സരം തുടങ്ങിയവ സംഘടിപ്പിക്കുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോഴിക്കോട് കോടഞ്ചേരിയിലെ മർക്കസ് നോളജ് സിറ്റിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാൻ ഹരിത ട്രിബ്യൂണൽ ഉത്തരവ്. അഡ്വക്കേറ്റ് സവാദ് നൽകിയ ഹർജിയിലാണ് ഈ ഉത്തരവ്. CPIM കോഴിക്കോട് ജില്ലാ സമ്മേളനം 13 മുതൽ 15 വരെ വടകരയിൽ. സമ്മേളനം പോളിറ്റ് ബ്യൂറോ അംഗം കോടിയേരി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. അഗതികളുടെ ആശ്രയ കേന്ദ്രമായ കോട്ടൂളി ഹോം ഓഫ് ലവിൽ ഇത്തവണയും നിലാവ് ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രവർത്തകരെത്തി. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ, രോഗവിമുക്ത പാദങ്ങൾ.